RSS ശാഖയിൽ വെച്ച് ലൈംഗിക പീഡനത്തിനിരയായെന്ന് ഇൻസ്റ്റഗ്രാം പോസ്റ്റിട്ട ശേഷം യുവാവ് ജീവനൊടുക്കിയതിൽ CPM പോലീസിൽ പരാതി നൽകി. കോട്ടയം എലിക്കുളം സ്വദേശി അനന്തു അജിയുടെ മരണം അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ടാണ് പരാതി നൽകിയത്. ഡിവൈഎഫ്ഐ ബ്ലോക്ക് കമ്മിറ്റിയും പരാതി നൽകി. കഴിഞ്ഞ ദിവസമാണ് RSS ശാഖയിൽ ഉണ്ടായിരുന്ന സമയത്ത് ഇത്തരത്തിൽ പീഡനം അനുഭവിക്കേണ്ടി വന്നു എന്ന് പറഞ്ഞ് യുവാവ് ഇൻസ്റ്റാഗ്രാമിൽ ഒരു പോസ്റ്റ് ഇട്ടത്. അതിനുശേഷം ഇന്നലെ രാവിലെയോടെ ആത്മഹത്യ ചെയ്യുകയായിരുന്നു. RSS ശാഖയിലെ പീഡനമാണ് തന്റെ മരണത്തിന് കാരണമെന്ന് പോസ്റ്റ് ഇട്ടതിന് ശേഷമാണ് ആത്മഹത്യ ചെയ്തിരിക്കുന്നത്. അതിലാണിപ്പോൾ CPM പരാതിപ്പെട്ടിരിക്കുന്നത്. ജോസി ബാബു ചേരുന്നുണ്ട്. ജോസി, അതിൽ ആരോപിച്ചിരിക്കുന്ന പോസ്റ്റിൽ തന്നെ നമുക്കറിയാം എന്തൊക്കെ ആരോപണങ്ങളാണ് ഉണ്ടായിരുന്നത് എന്നത്. അതിനുശേഷമാണ് ഈ ആത്മഹത്യ നടന്നിരിക്കുന്നത്. അതിലിപ്പോൾ CPMന്റെ പരാതി എന്താണ്? പോലീസ് എന്ത് നടപടി സ്വീകരിച്ചു? എലിക്കുളം സ്വദേശിയായ IT പ്രൊഫഷണൽ അനന്തു സജി കഴിഞ്ഞ ദിവസമാണ് തിരുവനന്തപുരം തമ്പാനൂരിലെ ലോഡ്ജിൽ തൂങ്ങി മരിച്ചത്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അനന്തു സജി ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്ത കുറിപ്പാണിപ്പോൾ ഈ പരാതിക്ക് ആധാരമായിട്ടുള്ളത്. ചെറിയ പ്രായത്തിൽ RSS ശാഖയിൽ പോയപ്പോൾ നിരന്തരമായി ശാരീരികവും ലൈംഗികവുമായ പീഡനം ഏറ്റുവെന്നും അത് കടുത്ത വിഷാദ രോഗത്തിലേക്ക് തള്ളിയിട്ടുവെന്നും അതൊക്കെയാണ് തന്നെ മരണത്തിലേക്ക് ഇപ്പോൾ നയിക്കുന്ന കാരണങ്ങളെന്നും ചൂണ്ടിക്കാണിച്ചും ഇവർക്കെതിരെ നടപടി വേണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ടായിരുന്നു ഈ യുവാവിന്റെ ആത്മഹത്യാക്കുറിപ്പ്. ഇന്നലെ വൈകിട്ട് യുവാവിന്റെ സംസ്കാരം ചടങ്ങുകൾ പൂർത്തിയാക്കി. ഇതിനിടെയാണ് ഇന്ന് എലിക്കുളത്തെ CPM ലോക്കൽ കമ്മിറ്റിയും അതോടൊപ്പം തന്നെ കോട്ടയം DYFI ജില്ലാ കമ്മിറ്റിയും പോലീസിൽ പരാതി നൽകിയിരിക്കുന്നത്. DYFI ജില്ലാ കമ്മിറ്റി കാഞ്ഞിരപ്പള്ളി DYSPക്കും എലിക്കുളം ലോക്കൽ കമ്മിറ്റി പൊൻകുന്നം പോലീസിനുമാണ് പരാതി നൽകിയിരിക്കുന്നത്. RSSന്റെ ശാഖയിൽ നടക്കുന്ന ഇത്തരത്തിലുള്ള അസന്മാർഗിക പ്രവർത്തനങ്ങൾ മുഴുവൻ പുറത്തു കൊണ്ടുവരണം. ഈ വിഷയത്തിൽ അനന്തു സജിക്കും കുടുംബത്തിനും നീതി ലഭിക്കണം. അനന്തു നേരിട്ട പീഡനങ്ങൾ അത്രത്തോളം ഞെട്ടിക്കുന്നതാണ് എന്നതാണ് ഈ നേതാക്കൾ പറയുന്നത്. അതുകൊണ്ട് കാര്യക്ഷമമായ ഒരു അന്വേഷണം ഇക്കാര്യത്തിൽ ആവശ്യപ്പെട്ടുകൊണ്ടാണ് പരാതി നൽകിയിരിക്കുന്നത്.